ഒരു 5 ഏക്കർ സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ഈ സ്ഥലത്തേക്ക് വരുന്ന റോഡൊന്ന് നമുക്കിങ്ങനെ കാണാം. ഇത് നിങ്ങളിപ്പോൾ നിലവിൽ കാണുന്നത് ഇത് മണ്ണ് റോഡാണ്. മുമ്പിൽ ടാറിങ് റോഡുണ്ട്. കുറഞ്ഞ ദൂരം ഇങ്ങനെ മണ്ണ് റോഡാണ്. വാഹനമൊക്കെ സുഖമായിട്ട് നമ്മളെ സൈറ്റിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ ഇങ്ങനെ കമ്പിവേലി നമുക്ക് കാണാം. ഇവിടെ ഒരു ഗേറ്റോ കാണാം. നല്ലൊരു സ്ഥലമാണ്. എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന സ്ഥലം. നമ്മൾ നേരെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല നിരന്ന സ്ഥലമാണ്. ഈ 5 ഏക്കർ സ്ഥലവും നല്ല നിരപ്പാണ്. നമ്മുടെ ഈ സ്ഥലത്ത് ഇതുപോലെ ഫുള്ള് മരങ്ങളാണ്, റബ്ബറാണ്, കൂടുതലും റബ്ബറാണ്. ഈ റബ്ബറിൻ്റെ ഇടയിലൂടെ ബാക്കി എല്ലാ മരങ്ങളും ഉണ്ട്. ഇതിൽ മാവുകളുണ്ട്, അതുപോലെ പ്ലാവുകളുണ്ട്, തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്, മറ്റ് മരങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അതുപോലെ ഇതിൻ്റെ ഒരു അതിരിൽ ഫോറസ്റ്റ് വരുന്നുണ്ട്, ഒരു അതിരിൽ ഫുള്ളായിട്ടും ഒരു സൈഡിൽ പുഴയാണ്. നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഒക്കെ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് നമ്മുടെ സ്ഥലത്തുള്ള ഒരു വീടാണ്, പഴയ റോഡിട്ട വീട്. നല്ല പ്രൈവസിയാണ്. ഇതിൻ്റെ പ്രൈവസിയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. നമ്മളെ ചുറ്റിലും ഫുള്ള് ഇതുപോലെ തോട്ടങ്ങളും, ഒരു സൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ ഫോറസ്റ്റും, ഒരു സൈഡിൽ പുഴയും, മറ്റേ സൈഡിൽ തോട്ടമൊക്കെയാണുള്ളത്. അതുകൊണ്ട് നല്ല പ്രൈവസിയാണ്. മുറ്റത്തിൻ്റെ സൈഡ് ഭാഗമൊക്കെയാണ് ഇങ്ങനെ, വീടിൻ്റെ മുറ്റത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ വീട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ നിരപ്പ് കണ്ടില്ലേ നിങ്ങൾ? ഇത് ഫുള്ളായിട്ട് ഇതുപോലെ നിരന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന സ്ഥലമാണ്. പേപ്പറുകളൊക്കെ നല്ല ക്ലിയറുള്ള ഭൂമിയാണ്. ഇതിൻ്റെ പരിസരത്തൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. വലിയ റിസോർട്ടുകളൊക്കെ ഉണ്ട്, ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇതിൻ്റെ പരിസരത്ത്. വലിയൊരു കൊടംപുളീൻ്റെ മരമൊക്കെയാണ് അത് അങ്ങനെ വീഡിയോയിൽ കാണുന്നത്. വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മൾ അതിരിലിങ്ങനെ ഒരു സൈഡ് ഫുള്ളായിട്ടും അതിരിൽ പുഴയുള്ളതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമാണ്. ഏത് വേനലിലും പറ്റാത്ത വെള്ളമുള്ള നല്ലൊരു പുഴയൊക്കെയാണ്. അപ്പോൾ ഇത് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും. റിസോർട്ടിൻ്റെ ആവശ്യത്തിന് പറ്റും, അതുപോലെ ഫാമിങ്ങിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് പശു ഫാം, അതുപോലെ കോഴി ഫാം, ആട് ഫാം, അതുപോലെ പന്നി ഫാം, അങ്ങനെ ഫാമിൻ്റെ എല്ലാ ആവശ്യത്തിനും പറ്റും. നല്ല പ്രൈവസി ഉള്ളതുകൊണ്ട് ഫാമിനൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇത് ശ്രദ്ധിക്കാതെ കിടക്കുന്ന സ്ഥലമാണ്. ഇത് നല്ല രീതിയിൽ ഈ റബ്ബറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും. ഇത് പകുതിയോളം ഇതിൽ റബ്ബർ ഉണ്ട് ഈ സ്ഥലത്ത്. ഇത് അധികം പ്രായമില്ലാത്ത റബ്ബറാണ്. ഇതൊക്കെ നല്ല രീതിയിലൊന്ന് ഈ കാടുകളൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ റബ്ബറിൽ തന്നെ നമുക്ക് നല്ല വരുമാനം ലഭിക്കും. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ, ഈ കാലിയായി കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഫുള്ള് നമുക്ക് മരങ്ങൾ വെക്കാം. കാപ്പി തൈകൾ, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ, തെങ്ങുകൾ, കവുങ്ങുകൾ പോലത്തെ തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു തോട്ടാക്കി തന്നെ അതിൽ മാറ്റാൻ പറ്റും. നമ്മളിങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഫുള്ളായിട്ട് നിരപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിലാണ്, പൂതാടി പഞ്ചായത്തിലാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ നല്ല പ്രൈവസി ഉണ്ട്, നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുഴൻ്റെ വ്യൂ ഒക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിന് ഇവർ ആവശ്യപ്പെടുന്നത് ഈ സ്ഥലത്തിന് സെന്റിന് 30,000 രൂപയാണ്. വിലക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ വിൽക്കാനും വാങ്ങാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ ആ പുഴൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ അതിലുള്ള കാഴ്ച. എന്താ ഭംഗിയില്ലേ. നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു അതിരിൽ ഫുള്ളായിട്ട് ഈ പുഴ ഇങ്ങനെ പോകുന്നുണ്ട് ലാസ്റ്റ് വരെ. നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മൾ ഈ 5 ഏക്കർ സ്ഥലം. ഇതിന്റെ നേരെ അതിരിലാണ് നമ്മൾ ഈ പുഴയുള്ളത്. നമ്മൾ ലേശം കൂടി ഇങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തന്നെയാണ് നമ്മൾ ഈ 5 ഏക്കർ സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്ഥലത്തിന്റെ കിടപ്പുവശം. അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.